ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. നമുക്ക് വീണ്ടും ദൈവസേനയിൽ ഇരിക്കുവാൻ, ദൈവവചനം പഠിക്കുവാൻ ഒക്കെ ലഭിക്കുന്ന സമയത്തിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. നമ്മൾ ഇപ്പോൾ പഠിക്കുന്നത് 25-ാം സങ്കീർത്തനമാണ്. സാംസ് 25. 25-ാം സങ്കീർത്തനം നമുക്കറിയാം, അത് ദാവീദിൻ്റെ സങ്കീർത്തനമാണ്. ദാവീദിൻ്റെ ഒരു പ്രാർത്ഥനയാണ് നമുക്കവിടെ കാണാൻ സാധിക്കുന്നത്. അവൻ്റെ ഒരു വലിയ ഒരു പ്രതിസന്ധിയുടെ മധ്യത്തിൽ, അതായത് ശത്രുക്കൾ അവനെ വളഞ്ഞു, അവനെ തകർക്കുവാനായിട്ട് ശ്രമിക്കുമ്പോൾ അതിൻ്റെ മധ്യത്തിൽ ദൈവസേനയിൽ താണിരുന്ന് പ്രാർത്ഥിക്കുന്ന ദാവീദിനെ കാണുന്നു. ആ ഒരു പ്രാർത്ഥനയുടെ ഒരു സങ്കീർത്തനമാണ് 25-ാം സങ്കീർത്തനം. എന്നാൽ ദാവീദ് അവിടെ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. അതാണ് നമ്മൾ ഈ സമയങ്ങളിൽ നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. ദാവീദ് ചോദിക്കുന്നതാണ്, ഹു ആർ ദി മാൻ ദോസ് ഹു ഫിയർ ദി ലോർഡ്? യഹോഭക്തനായ പുരുഷൻ ആരാണ്? യഹോഭക്തനായ പുരുഷൻ ആരാണ്? എങ്ങനെയുള്ളവനാണ്? അല്ലെങ്കിൽ യഹോഭക്തൻ എന്ന് പറഞ്ഞാൽ ഒരു ദൈവപൈതൽ, ഒരു വിശ്വാസി. അവൻ എങ്ങനെ ആയിരിക്കണം? എങ്ങനെയാണ് അവൻ്റെ ജീവിതം? അവൻ്റെ ശൈലികളൊക്കെ എങ്ങനെയാണ് എന്നാണ് ദാവീദ് ചോദിക്കുന്നത്. ദാവീദ് തന്നെ ആ സങ്കീർത്തനത്തിൽ അതിന് മറുപടിയും തരുന്നുണ്ട്. നമ്മൾ അതാണ് ചിന്തിക്കുന്നത്. അപ്പോൾ നമ്മുടെ ജീവിതവും ആയിട്ട് ഒന്ന് തട്ടിച്ചു നോക്കുക എന്നുള്ളത് മാത്രമാണ് നമ്മൾ ഇതിൽ കൂടെ ഉദ്ദേശിക്കുന്നത്. ഒന്നാമത് നമ്മളത് കണ്ടത്, ഹി വിൽ ട്രസ്റ്റ് ഇൻ ദ ലോർഡ്. ദൈവത്തിൽ ആശ്രയിക്കുന്നവനാണ്. യഥാർത്ഥത്തിൽ ഒരു ദൈവപൈതൽ അല്ലെങ്കിൽ ഒരു യഹോഭക്തൻ എങ്ങനെ ആയിരിക്കും? ദൈവത്തിൽ പൂർണ്ണമായി ആശ്രയിക്കുന്നവനായി. മറ്റൊന്നിലും അവൻ ആശ്രയിക്കത്തില്ല. അവൻ്റെ മുമ്പിൽ വരുന്ന അല്ലെങ്കിൽ പണമാണെങ്കിലും, അല്ലെങ്കിൽ മറ്റ് അവൻ്റെ പദവികളാണെങ്കിലും, അവൻ്റെ ശക്തിയിലാണെങ്കിലും ഒന്നിലും അവൻ ആശ്രയിക്കത്തില്ല. അവൻ ദൈവത്തിൽ മാത്രമേ അവൻ ആശ്രയം കണ്ടെത്തത്തുള്ളൂ. ദാവീദിൻ്റെ ജീവിതത്തിലും നമ്മൾ കഴിഞ്ഞ ഭാഗത്ത് നമ്മൾ ചിന്തിച്ചു. അത് രണ്ടാമത്, ഒരു യഹോഭക്തനായ പുരുഷൻ എങ്ങനെ ആയിരിക്കണം? അവൻ പ്രാർത്ഥനാനിരതമായ ജീവിതമുള്ളവനായിരിക്കും. അവൻ്റെ ജീവിതത്തിൽ പ്രാർത്ഥനയ്ക്ക് ഏറ്റവും പ്രാധാന്യം നൽകും. അങ്ങനെയുള്ള അനുഗ്രഹമായ ജീവിതമാണ് ആ ഒരു യഹോഭക്തൻ്റെ രണ്ടാമത്തെ ഗുണമെന്ന് പറയുന്നത്. ദാവീദിനെ ശ്രദ്ധിക്കുകയാണെങ്കിലും അവൻ ഒരു പ്രാർത്ഥന മനുഷ്യനായിരുന്നു. അവൻ ഏത് അനുഭവങ്ങളിലും ദൈവസേനയിൽ മുട്ടുമടക്കി പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥന മനുഷ്യനായിരുന്നു. മൂന്നാമത് നമ്മൾ ചിന്തിച്ചത്, ഒരു യഹോഭക്തനെ സംബന്ധിച്ചിടത്തോളം അവൻ ദൈവത്തിൽ പൂർണ്ണമായി ദൈവത്തിലുള്ള പ്രത്യാശയിൽ ജീവിക്കുന്നവനാണ്. അല്ലെങ്കിൽ ഒരു ദൈവ പൈതൽ, ഒരു വിശ്വാസി ക്രിസ്തുവിലുള്ളതായ പ്രത്യാശയിൽ ജീവിക്കുന്നവനാണ്. അപ്പോൾ ഇങ്ങനെ 3 കാര്യങ്ങളാണ് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ചിന്തിച്ചത്. ഇനി ഒരു 3 ഭാഗങ്ങളോട് അല്ലെങ്കിൽ 3 അനുഭവങ്ങൾ അല്ലെങ്കിൽ ഒരു യഹോഭക്തനായ പുരുഷൻ എങ്ങനെയുള്ളവനാണ് എന്ന് ചിന്തിക്കുന്നതാണല്ലോ. 3 കാര്യങ്ങളിലൂടെ നമുക്ക് അത് ചിന്തിക്കാനായിട്ടുണ്ട്. അതാണ് നമ്മളിപ്പോൾ ഇനിയും ചിന്തിക്കാൻ ആഗ്രഹിക്കുന്നത്. നാലാമത്തെ അല്ലെങ്കിൽ യഹോഭക്തനായ പുരുഷൻ ആരാണ്? ഒരു ദൈവവിശ്വാസി എങ്ങനെയുള്ളവനാണ്? ദൈവത്തിൻ്റെ വചനം അനുസരിക്കുന്നവനായിരിക്കും. ദൈവത്തിൻ്റെ വചനം പൂർണ്ണമായി അനുസരിക്കുന്നവനാണ് യഥാർത്ഥത്തിലുള്ള ഒരു ദൈവ പൈതൽ അല്ലെങ്കിൽ ഒരു ദൈവഭക്തൻ. ദാവീദിൻ്റെ ജീവിതം പഠിക്കുമ്പോൾ എല്ലാ കാര്യത്തിലും ദൈവത്തെ അനുസരിച്ച വ്യക്തിയാണ്. ആ ഭാഗത്ത് 10-ാമത്തെ വാക്യത്തിൽ പ്രകാരം വായിക്കുന്നുണ്ട്, യഹോവയുടെ നിയമവും സാക്ഷ്യങ്ങളും പ്രമാണിക്കുന്നവർക്ക് അവൻ്റെ പാതകളൊക്കെയും ദയയും സത്യവുമാകുന്നു. അപ്പം യഹോവയുടെ നിയമങ്ങളും സാക്ഷ്യങ്ങളും പ്രമാണിക്കുക എന്ന് വെച്ചാൽ എന്താ? അത് അനുസരിക്കുക എന്നുള്ളതാണ്. ദൈവത്തിൻ്റെ നിയമങ്ങളും സാക്ഷ്യങ്ങളും അല്ലെങ്കിൽ ദൈവവചനം, ദ വേർഡ് ഓഫ് ഗോഡ്. വി ഷുഡ് ഹാവ് ഒബേ ദ വേർഡ് ഓഫ് ഗോഡ്. ദൈവത്തിൻ്റെ വചനം അനുസരിക്കണം. അപ്പം അങ്ങനെയുള്ളവനാണ് യഥാർത്ഥത്തിലുള്ള ദൈവഭക്തൻ എന്ന് പറയുന്നത്. പൂർണ്ണമായി അനുസരിക്കുവാനായിട്ട് സാധിക്കണം. ദാവീദിൻ്റെ ജീവിതത്തിലും ആ ഒരു ദൈവത്തെ പൂർണ്ണമായി അനുസരിച്ച ഒരു വ്യക്തിയാണ് ദാവീദ്. എന്നാൽ ഒരു സന്ദർഭത്തിൽ അതിന് ഒരു കോട്ടം സംഭവിച്ചു. നമുക്കറിയാം, ഡേവിഡ് ഒബേഡ് ഗോഡ് കംപ്ലീറ്റ്ലി, പൂർണ്ണമായി അനുസരിച്ചവനാണ്. പക്ഷേ ഒരു സമയത്ത് അവൻ
അതിൽ നിന്ന് കടകവിരുദ്ധമായ കാര്യങ്ങൾ ചെയ്തു. അത് അവന് വലിയ അപമാനവും, അതുമാത്രമല്ല അവന് പാപത്തിൻ്റെ അനുഭവത്തിലേക്ക് വീഴേണ്ടി വന്നു. നമുക്കറിയാം ഊര്യാവിൻ്റെ ഭാര്യയെ ബത്ശേബയെ കണ്ട് അവൾ സുന്ദരിയായിരുന്നു, അവളെ സ്വീകരിച്ചു, അവൾക്കൊരു മകൻ ജനിച്ചു, മകൻ ഗർഭവതിയായി. അപ്പോൾ അത് മൂടിവെക്കുവാനായിട്ട് ഈ ഉരിയാവ് യുദ്ധത്തിലായിരുന്നു, അവിടുന്ന് കൊണ്ടുവന്നു. ഉരിയാവോട് പറയുന്നുണ്ട്, നീ രാത്രി ഭാര്യയുടെ അടുത്ത് പോയി കിടക്ക. പക്ഷെ ഉരിയാവ് സമ്മതിക്കുന്നില്ല. തൻ്റെ പദ്ധതി പാടുമെന്ന് മനസ്സിലാക്കിയപ്പോൾ എന്താ ചെയ്യുന്നത്? ഈ ദാവീദ് അവനെ യുദ്ധത്തിൽ ഏറ്റവും ശക്തമായി അല്ലെങ്കിൽ പോരാട്ടം നടക്കുന്ന ഇടത്ത് കൊണ്ടുപോയി അവനെ കൊല്ലുകയാണ്. അപ്പോൾ അങ്ങനെ ഒരു സംഭവം ദാവീദ് ജീവിതത്തിൽ. എന്നാൽ ആ തെറ്റ് മനസ്സിലാക്കിയപ്പോൾ ദാവീദ് അതിനെ ന്യായീകരിക്കുകയല്ല, ദൈവസനെ മുട്ടുമടക്കി പ്രാർത്ഥിക്കുന്ന, നിലവിളിച്ച് തൻ്റെ പാപങ്ങൾ ഏറ്റുപറഞ്ഞ് നിലവിളിക്കുന്ന ദാവീദിനെ കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞത്, ദാവീദിനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ജീവിതത്തിൽ ഈ ഒരു കാര്യമല്ലാതെ, അതുകൊണ്ടാണ് ഒന്ന് രാജാക്കന്മാർ 15:5 നമുക്ക് കാണാം, ദാവീദ് യഹോവയ്ക്ക് പ്രസാദമായതുള്ളത് ചെയ്തു, ഹിത്യനായ ഊര്യാവിൻ്റെ കാര്യത്തിൽ മാത്രമല്ലാതെ അവൻ തന്നോട് കൽപ്പിച്ചതിൽ ഒന്നും തൻ്റെ ആയുഷ്കാലത്ത് ഒരിക്കലും വിട്ടുമാറിയിട്ടില്ല. നോക്കുക, അപ്പോൾ ആ ഒരു സന്ദർഭത്തിൽ ദൈവത്തിൻ്റെ കൽപ്പന ലംഘിച്ചു, ദൈവത്തിന് ഇഷ്ടമില്ലാത്ത പ്രവർത്തിച്ചു. പക്ഷെ അല്ലാത്ത സമയങ്ങളൊക്കെയും ദൈവഹിതം അനുസരിച്ച് ജീവിക്കുവാൻ, ദൈവത്തെ അനുസരിച്ച് ജീവിക്കുവാൻ, ദൈവം പറയുന്നതനുസരിച്ച് ജീവിക്കുവാൻ ദാവീദിന് സാധിച്ചു എന്ന് അവൻ്റെ ജീവിതത്തിൽ കാണാൻ സാധിക്കും. പ്രിയമുള്ളവരെ, അതാണ് ഒരു ദൈവപൈതലിനെ കുറിച്ച് ദൈവം ആഗ്രഹിക്കും, ദൈവത്തെ അനുസരിച്ച് ജീവിക്കുക. ചിലപ്പോൾ ദൈവം പറയുന്ന അനുസരിക്കേണ്ടി വരുമ്പോൾ ചില കാര്യങ്ങളൊക്കെ നമുക്ക് ഉപേക്ഷിക്കേണ്ടതായിട്ട് വരും. നമ്മൾ ഏറ്റവും ആഗ്രഹിക്കുന്നതിനൊക്കെ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ നിന്ന് തന്നെ മാറ്റിക്കളയേണ്ടതായിട്ട് വരും. പക്ഷെ എങ്കിലും ദൈവത്തെ അനുസരിക്കുവാൻ നമുക്ക് സാധിക്കും. Those who love God will obey His commandments. ദൈവത്തെ സ്നേഹിക്കുന്നവൻ ദൈവത്തിൻ്റെ കൽപ്പന അനുസരിക്കണം. അത് കർത്താവ് യേശുക്രിസ്തു ഇപ്രകാരം പറയുന്നു. യോഹന്നാന്റെ സുവിശേഷം 14:23 പറയുന്നു, യേശു അവനോട്, എന്നെ സ്നേഹിക്കുന്നവൻ എൻ്റെ വചനം പ്രമാണിക്കും, എൻ്റെ പിതാവ് അവനെ സ്നേഹിക്കും, ഞങ്ങൾ അവൻ്റെ അടുക്കൽ വന്ന് അവനോട് കൂടെ വാസം ചെയ്യും. നോക്കുക, അപ്പം ദൈവത്തെ സ്നേഹിക്കുന്നവൻ എന്താണ്? എൻ്റെ വചനം പ്രമാണിക്കുമെന്നാണ്. ദൈവത്തെ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് കാര്യമില്ല. പക്ഷേ ദൈവത്തെ സ്നേഹിക്കുന്നത് എന്താണ്? ദൈവത്തിൻ്റെ വചനം അനുസരിക്കും. ദൈവത്തിൻ്റെ വചനം അനുസരിക്കുമ്പോൾ എന്താണ് അവിടെ കാണുന്നത്? എൻ്റെ പിതാവ് അവനെ സ്നേഹിക്കും. അപ്പോൾ ദൈവത്തിൻ്റെ വചനം പൂർണ്ണമായി അനുസരിക്കുന്നവനെ ദൈവം സ്നേഹിക്കും. മാത്രമല്ല പറയുന്നു, ഞങ്ങൾ അവൻ്റെ അടുക്കൽ വന്ന് അവനോടുകൂടെ വാസം ചെയ്യും. പ്രൈസ് ലോർഡ്, ഹല്ലേലൂയ. എത്ര വലിയ അനുഭവമാണ്! ദൈവം നമ്മോട് കൂടെ വാസം ചെയ്യപ്പോഴാണ് ദൈവത്തെ പൂർണ്ണമായി അനുസരിക്കുമ്പോഴേ ഒക്കത്തുള്ളൂ. പ്രിയമുള്ളവരെ, അനുസരിക്കുമ്പോൾ ആ അനുഗ്രഹം കിട്ടുന്നത്. ഭാഗ്യമായി അനുസരിച്ചുകൊണ്ട് കാര്യമില്ല, പൂർണ്ണമായി അനുസരിക്കുവാൻ നമുക്ക് സാധിക്കും. നമുക്കറിയാം, ശൗൽ രാജാവിനോട് ദൈവം പറഞ്ഞു, അമാലേക്യരെ എല്ലാം നശിപ്പിക്കണമെന്ന് പറഞ്ഞു. അമാലേക്യരെ മാത്രമല്ല, അവരുടെ എന്തെല്ലാം സാധനങ്ങളുണ്ടോ, മൃഗങ്ങളുണ്ടോ, അതിനെല്ലാം നശിപ്പിക്കണം, പൂർണ്ണമായി ഇല്ലാതാക്കി തീർക്കണം. പക്ഷേ നമുക്കറിയാം, അവിടെ കാണുന്നതാണ്, ശൗല് അമാലേക്യരെയൊക്കെ കൊന്നു. പക്ഷെ മേത്രമായതിനെയൊക്കെ, ആടുകളെയും മേത്രമായിട്ട് ഏറ്റവും മനോഹരമായി അവന് ഉപയോഗിക്കാൻ പറ്റുന്നതായ അതിനെയൊക്കെ എന്ത് ചെയ്തു? മാറ്റിവെച്ചു. അപ്പോൾ അനുസരിച്ചോ? ദൈവം പറഞ്ഞ് അനുസരിച്ചു. അമാലേക്യരെ കൊന്നു. പക്ഷെ പൂർണ്ണമായി അനുസരിച്ചോ? അവിടാണ് പ്രിയമുള്ളവരെ ഒരു ദൈവപൈതൻ്റെ ആ പ്രത്യേകത എന്ന് പറയുന്നത്. ഭാഗികമായ അനുസരണം ഒരു അനുസരണമല്ല, പൂർണ്ണമായി അനുസരിക്കുക. ഞാൻ പറഞ്ഞല്ലോ, പൂർണ്ണമായി അനുസരിക്കുമ്പോൾ ചിലപ്പോൾ നമുക്ക് ഇഷ്ടമില്ലാത്തതൊക്കെ നമ്മൾ മാറ്റിക്കളേണ്ടി വരും. ചില കൂട്ടുകെട്ടുകൾ നമുക്ക് ഉപേക്ഷിക്കേണ്ടതായിട്ട് വരും, ചില സ്വഭാവങ്ങൾ മാറ്റിക്കളയേണ്ടതായിട്ട് വരും. പക്ഷെ എങ്കിൽ പോലും ദൈവത്തെ പൂർണ്ണമായി അനുസരിക്കുവാൻ സാധിക്കണം. അങ്ങനെയെങ്കിലാണ്
ദൈവത്തിന് അനുഗ്രഹങ്ങൾ ഉണ്ടാകുന്നത്. അതുകൊണ്ട് നമ്മുടെ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഈ അബ്രഹാമിൻ്റെ ജീവിതം നമുക്കറിയാം. അബ്രഹാമിനോട് ദൈവം പറഞ്ഞു, ഞാൻ കാണിക്കുന്ന ദേശത്തേക്ക് എങ്ങോട്ട് പോകണമെന്ന് പറഞ്ഞില്ല. പക്ഷേ ദൈവത്തിൽ വിശ്വസിച്ച്, ദൈവത്തിൽ ആശ്രയിച്ച് അബ്രഹാം ഇറങ്ങിത്തിരിക്കുക. അത് മാത്രമല്ല, അവന് വാർദ്ധക്യത്തിൽ മകനെ ലഭിച്ചു, ഇസ്ഹാക്കിനെ ലഭിച്ചു. പക്ഷേ അത് കഴിഞ്ഞപ്പോൾ അധികം നാളായില്ല, ദൈവം അവനോട് പറയുകയാണ്, നിനക്ക് തന്ന ഈ മകനെ ബലിയർപ്പിക്കണം, ദൈവത്തിന് ബലിയർപ്പിക്കണം. എത്ര വേദനാജനകമായ കാര്യമാണ്. ഒരു പിതാവിനെ സമയത്തോളം ഇനിയൊരു മകൻ കിട്ടുമെന്ന് കാരണം ആ പ്രായത്തിൻ്റെ അത്രമാത്രം ഒരു അനുഭവത്തിലാണ് ജീവിക്കുന്നത്. പക്ഷെ അങ്ങനെയുള്ള അനുഭവത്തിലും അബ്രഹാം ദൈവം പറഞ്ഞത് പൂർണ്ണമായി അനുസരിക്കുന്നതാണ് കാണാൻ സാധിക്കുന്നത്. അവനെ കൊണ്ട് പോവുകയാണ്. അനുസരിക്കുന്നതെന്ന് വെച്ചാൽ ഒരു പുറമേ അത് കാണിക്കുകയല്ല. അവിടെ കൊണ്ടുപോയി വിറകൊക്കെ അടുക്കി വെച്ചു, ബലിപീഠം ഉണ്ടാക്കി, അതിൻ്റെ പുറത്ത് അവനെ കിടത്തി അവനെ കൊല്ലാൻ ശ്രമിക്കുമ്പോഴാണ് ദൈവം പറയുന്നത്, നീ ഒന്നും ചെയ്യരുത്. പ്രിയമുള്ളവരെ, ആ അനുസരണമാണ് ദൈവം നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നത്. ഹല്ലേലൂയ. അങ്ങനെ ദൈവത്തെ പൂർണ്ണമായി അനുസരിച്ചപ്പോൾ ദൈവം അബ്രഹാമിനെയും അവൻ്റെ സന്തതി പരമ്പരകളെയും അനുഗ്രഹിച്ചതായിട്ട് കാണാൻ സാധിക്കും. ഞാൻ പറഞ്ഞത്, ഒരു ദൈവപൈതൽ ഒരു 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 ഭക്തനെ സംബന്ധിച്ചിടത്തോളം, യഹോവഭക്തൻ എങ്ങനെയാണ് ദൈവത്തെ പൂർണ്ണമായി അനുസരിക്കുന്നവനായിരിക്കണം എന്നാണ്. അത് മാത്രമല്ല, അവൻ്റെ ജീവിതം സമർപ്പണമുള്ള ജീവിതമായിരിക്കും. സമർപ്പണമുള്ള ജീവിതം. ഒരു ദൈവഭക്തനെ കണ്ടാൽ നമുക്കറിയാം, സമർപ്പണ ജീവിതമായിരിക്കും. ദാവീദിൻ്റെ ജീവിതം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അവനും സമർപ്പണ ജീവിതം നയിച്ച വ്യക്തിയാണ്. അവൻ്റെ ജീവിതത്തിൽ എന്തെല്ലാം കുറവുകൾ കുറവുകൾ അവൻ ചെയ്ത പാപങ്ങൾ, കുറവുകൾ അവൻ മനസ്സിലാക്കിയപ്പോൾ ഈ ശൗൽ രാജാവിനെ പോലെ അതിനെ ന്യായീകരിക്കല്ലേ ചെയ്തത്. ദൈവസനെ മുട്ടുമടക്കി തൻ്റെ കുറവുകളെ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ച് ഒരു സമർപ്പണ അത്ഭുതത്തിലേക്ക് വരുന്നതായി ദാവീദിനെ കാണാൻ സാധിക്കും. 25:16 നമുക്ക് അവിടെ കാണുന്നുണ്ട്. ദാവീദ് പറയുക, എങ്കിലേക്ക് തിരിഞ്ഞ് എന്നോട് കരുണയുണ്ടാകണമേ, ഞാൻ ഏകാകിയും അരിഷ്ടനുമാകുന്നു. മറ്റൊരു 18-ാമത്തെ വാക്യത്തിൽ പ്രകാരം, എൻ്റെ അരിഷ്ടതയും അതിവേദനയും നോക്കണമേ, എൻ്റെ സകല പാപങ്ങളും ക്ഷമിക്കണമേ. നോക്കുക, അവനെ തന്നെ ദൈവകാര്യങ്ങൾ സമർപ്പിച്ചുകൊണ്ട് തൻ്റെ കുറവുകളെ ഏറ്റുപറയുന്ന ദാവീദിനെയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. പ്രിയമുള്ളവരെ, അതാണ് സമർപ്പണം എന്ന് പറയുന്നത്. തന്നെ ദൈവകാര്യങ്ങൾ സമർപ്പിക്കുക, പൂർണ്ണമായി തൻ്റെ കുറവുകളെ ഏറ്റുപറയുക. താൻ കുറവുള്ളവനാണ്. കർത്താവേ, എന്നോട് കരുണ തോന്നണമേ. ദാവീദിനെ സമയത്തോളം രാജാവാണ്, ഉന്നതമായ അവസ്ഥയിൽ ജീവിക്കുന്നവനാണ്. എന്നാൽ തന്നെ ദൈവകാര്യം സമർപ്പിച്ചുകൊണ്ട് തൻ്റെ കുറവുകളെ ഏറ്റുപറയുന്നതായ ദാവീദിനെ നമുക്ക് കാണാൻ സാധിക്കും. പ്രിയമുള്ളവരെ, ആ ഒരു സമർപ്പണം ഒരു ദൈവപൈതന്, ഒരു യഹോഭക്തനായ പുരുഷൻ എങ്ങനെയാണ് സമർപ്പണ ജീവിതം നയിക്കുന്നവനായിരിക്കും. നമ്മുടെ ജീവിതത്തിലും നമ്മൾ എങ്ങനെയുള്ളവരായിരുന്നു. നാം ദൈവസന്നിധിയിൽ അടുത്തു വരുവാൻ ഒരു യോഗ്യതയും ഇല്ലാത്തവരായിരുന്നു. പാപത്തിൻ്റെ അനുഭവത്തിൽ കഴിഞ്ഞവരായിരുന്നു. പാപത്തിൻ്റെ അടിമത്തത്തിൽ കഴിഞ്ഞവരായിരുന്നു. നിത്യമായ മരണത്തെ പ്രതീക്ഷിച്ച് കിടന്നവരായിരുന്നു. പക്ഷെ കർത്താവായ യേശുക്രിസ്തു നമുക്ക് വേണ്ടി കാൽവരിക്കുരിശിൽ യാഗമായി തീർന്നു. അവൻ സകല പാപങ്ങളും നമുക്കായി ഏറ്റെടുത്തു. പ്രൈസ് ദി ലോർഡ്. നമ്മെ വീണ്ടെടുക്കപ്പെട്ടവരായി നാം വീണ്ടെടുക്കപ്പെട്ടവരായി പാപത്തിൻ്റെ അനുഭവത്തിൽ നിന്ന് നാം അങ്ങനെയുള്ളവർ, അതായത് ക്രിസ്തുവിനെ രക്ഷകനായി സ്വീകരിച്ചവർ, അവരെങ്ങനെയാണ്? ദേ ആർ ഡെഡ് ടു സിൻ. പാപത്തിന് മരിച്ചവരായി തീർന്നു. മനസ്സിലായി എന്താണ് ഞാൻ പറഞ്ഞത്? അതായത് ഈ
കർത്താവായ യേശു ക്രിസ്തു നമുക്ക് വേണ്ടി, അതായത് ഈ സകല ജനത്തിനു വേണ്ടി, ഈ ലോകത്തിലെ സകല ജനത്തിനു വേണ്ടി കാൽവരി ക്രൂശിൽ യാഗമായി തീർന്നു. അപ്പോൾ യാഗമായി തീർന്ന കർത്താവ് യാഗമായി തീർക്കുക മാത്രമല്ല, അവൻ മരിച്ച് മൂന്നാം നാൾ ഉയർത്തെഴുന്നേറ്റു, ഇന്നും ജീവിക്കുന്ന ദൈവമാണ്. ആ ക്രിസ്തുവിനെ രക്ഷകനായി സ്വീകരിക്കുന്ന ഏതൊരുത്തവനും അവൻ വീണ്ടെടുക്കപ്പെട്ട അനുഭവത്തിലേക്ക് കടന്നു വരും. എന്ന് വെച്ചാൽ അവൻ പാപത്തിന് മരിച്ചവരാണ്. പാപ സംബന്ധമായി, അങ്ങനെയാണ് പൗലോസ് പറയുന്നത്. പാപ സംബന്ധമായി റോമാലേഖനം 6:11 പ്രകാരം വായിക്കുന്നു, അവിടം നിങ്ങളും പാപം സംബന്ധമായി മരിച്ചവർ എന്ന് ക്രിസ്തുയേശുവിൽ ദൈവത്തിന് ജീവിക്കുന്നവരൊന്നും നിങ്ങളെ തന്നെ എണ്ണുവിൻ. അപ്പം ഈ കർത്താവായ യേശു ക്രിസ്തു രക്ഷകനായി സ്വീകരിച്ചവർ അവരെങ്ങനെയാണ്? പാപം സംബന്ധമായി മരിച്ചവരാണ്. എന്ന് വെച്ചാൽ പാപത്തിൻ്റെ അടിമത്തത്തിൽ നിന്ന് അവർ വിടുവിക്കപ്പെട്ടു, സ്വതന്ത്രരാക്കപ്പെട്ടു. ക്രിസ്തുവിനോടുകൂടെ മരിച്ച് ക്രിസ്തുവിനോടുകൂടെ ഉയർത്ത അനുഭവത്തിലേക്ക് അവർ കടന്നു വന്നു. എന്ന് വെച്ചാൽ അവിടാണ് സമർപ്പണത്തിൻ്റെ അനുഭവം ഉണ്ട്. അതാണ് ഞാൻ പറയാൻ വന്നത്. സമർപ്പണത്തിൻ്റെ അനുഭവം എന്ന് പറഞ്ഞാൽ എന്താണ്? നാം ദൈവസേനയിൽ നമ്മെ തന്നെ താഴ്ത്തി ഏൽപ്പിച്ച് നമ്മുടെ കുറവുകളെ ഏറ്റുപറഞ്ഞ് പാപത്തിൻ്റെ അനുഭവത്തിൽ നിന്ന് വിടുതൽ പ്രാപിക്കുന്നതായ അനുഭവം. അതായത് നാം പാപത്തിൽ മരിച്ചു, അല്ലെങ്കിൽ നമ്മൾ പാപത്തിൻ്റെ അടിമത്തത്തിലായിരുന്നു. അപ്പോൾ നമ്മളെ നയിച്ചത് ജഡമായിരുന്നു. ജഡമാണ് നമ്മെ നയിച്ചത്. ജഡത്തിൻ്റെ എല്ലാ കാര്യങ്ങളും നമ്മൾ ജഡത്തിൻ്റെ എല്ലാ കാര്യങ്ങളും ജഡസ്വഭാവമായിരുന്നു നമുക്കുണ്ടായിരുന്നു. എന്നാൽ നാം ക്രിസ്തുവിനെ രക്ഷകനായി സ്വീകരിച്ചു കഴിഞ്ഞപ്പോൾ നമ്മളെന്താണ്? നാം പാപ സംബന്ധമായി മരിച്ചു. എന്ന് വെച്ചാൽ പാപത്തിൽ നിന്ന് നാം വിടുവിക്കപ്പെട്ടു, പാപത്തിൽ നിന്ന് സ്വാതന്ത്ര്യം പ്രാപിച്ചു, പാപത്തിൻ്റെ അടിമത്തത്തിൽ നാം വീണ്ടെടുക്കപ്പെട്ടു, വിടുവിക്കപ്പെട്ടു. ഇനിയും ജഡത്തിൻ്റെ കീഴിലല്ല നമ്മൾ, അല്ലെങ്കിൽ ജഡമല്ല നമ്മെ നയിക്കുന്നത്. നമുക്ക് വേറൊരാൾ വന്നു, ആണ് ക്രിസ്തു നമ്മിൽ വന്നു. ക്രിസ്തുവിനാൽ നിയന്ത്രിക്കപ്പെട്ട അനുഭവത്തിലേക്ക് നമ്മളായിത്തീർന്നു. There will be controlled by Christ. ക്രിസ്തുവിനാൽ നിയന്ത്രിക്കപ്പെട്ട ജീവിതം. അതാണ് പൗലോസ് പറയുന്നത്. പൗലോസ് പറയുന്നു, ഗലാത്യയിലെ 2:20 പറയുന്നു, ഞാൻ ക്രിസ്തുവിനോടുകൂടെ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു, ഇനിയും ജീവിക്കുന്നു ഞാനല്ല, ക്രിസ്തു അത്രേ എന്നിൽ ജീവിക്കുന്നു. അപ്പോൾ ആ ഒരു സമർപ്പണ അനുഭവത്തിലേക്ക് നമ്മൾ വന്നു. അതാണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. എന്താ? നാം ക്രിസ്തുവിനെ രക്ഷകനായി സ്വീകരിച്ചു കഴിയുമ്പോൾ നാം ഇനിയും ജഡത്തിന് കീഴിലല്ല, പാപത്തിൻ്റെ അടിമത്തത്തിലല്ല, അതിൽ നാം സ്വാതന്ത്ര്യം പ്രാപിച്ച് നാം ക്രിസ്തുവിൻ്റെ കീഴിലായി തീർന്നു. ക്രിസ്തുവിനാൽ നിയന്ത്രിക്കപ്പെടും. ഇനിയും നേരത്തെ ജഡമായിരുന്നു നമുക്ക് യജമാനെങ്കിൽ, ഇപ്പോൾ ക്രിസ്തുവാണ് നമുക്ക് യജമാനൻ. ക്രിസ്തുവിനാൽ നിയന്ത്രിക്കപ്പെട്ട ജീവിതത്തിലേക്ക് നമ്മളായിത്തീർന്നു. അതാണ് ഞാൻ ക്രിസ്തുവിനോടുകൂടെ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു, ഇനിയും ജീവിക്കുന്ന ഞാനല്ല, ക്രിസ്തു അത്രേ എന്നിൽ ജീവിക്കും. അതായത് എൻ്റെ പഴയ അനുഭവങ്ങളൊക്കെ, എൻ്റെ പഴയ സ്വഭാവങ്ങൾ, ജഡത്തിൻ്റെ എല്ലാ സ്വഭാവങ്ങളും, അതായത് ഞാനെന്നുള്ള മനോഭാവത്തെ ഞാൻ ക്രിസ്തുവിനോട് ക്രൂശിച്ചു. ഇനി ഞാനല്ല, ഇനി ഞാനെന്നുള്ള മനോഭാവമല്ല, ജഡത്തിൻ്റെ ആ ഒരു അനുഭവമാണെന്ന് പറയുന്ന ഞാനെന്നുള്ള മനോഭാവം, അഹങ്കാരം, കോപം, ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ വരുന്ന എന്താണ്? ജഡത്തിൻ്റെ പ്രവൃത്തികളാണ്. അപ്പോൾ അതിനൊക്കെ മാറ്റം വന്ന് ക്രിസ്തുവിനാൽ നിയന്ത്രിക്കപ്പെട്ട അനുഭവം, നാം ആത്മാവിൻ്റെ അനുഭവത്തിലേക്ക്, ആത്മാവിനാൽ നിയന്ത്രിക്കപ്പെട്ട അനുഭവത്തിലേക്ക് നമ്മളായിത്തീരുന്നു. അതാണ് ക്രിസ്തുവിനോട് ഞാനല്ല, ക്രിസ്തു അത്രേ എന്നിൽ ജീവിക്കുന്നു. അപ്പം ഞാനെന്നുള്ള മനോഭാവത്തെ മാറ്റിക്കളയുമ്പോൾ മറ്റൊന്ന് വന്ന് നിറയുകയാണ്, ക്രിസ്തു വന്ന് ക്രിസ്തുവിനാൽ നിയന്ത്രിക്കപ്പെട്ട അനുഭവത്തിലേക്ക് നമ്മളായിത്തീരും. പ്രിയമുള്ളവരെ, അതാണ് സമർപ്പണ ജീവിതം എന്ന് പറയുന്നത്. നമ്മളെല്ലാ കാര്യങ്ങളും ദൈവസമയം സമർപ്പിച്ച് കളയുക. ഇനി ഞാനുള്ള മനോഭാവം നമുക്കില്ല, ജഡത്തിൻ്റെ ഒരു പ്രവർത്തനം നമുക്കില്ല. എല്ലാം ക്രിസ്തുവിനാൽ നിയന്ത്രിക്കപ്പെട്ട ആ അനുഭവമാണോ നമ്മുടെ ജീവിതം? നമ്മൾ പലപ്പോഴും സമർപ്പിക്കുന്നു എന്ന് പറഞ്ഞാലും ആ പൂർണ്ണമായ സമർപ്പണം നമുക്കുണ്ടോ? ഒരു ഉദാഹരണം ഞാൻ പറയാം, അപ്പം നമുക്ക് മനസ്സിലാകും. ഈ ക്രിസ്തുവിനെ രക്ഷകനായി സ്വീകരിച്ച് ക്രിസ്തുവിലേക്ക് വന്ന, വിശ്വാസത്തിലേക്ക് വന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവൻ ക്രിസ്തുവിനാൽ നിയന്ത്രിക്കപ്പെട്ടവനാണ്. അപ്പം ഒരു സന്ദർഭത്തിൽ നമ്മുടെ കൂടെ അല്ലെങ്കിൽ നമ്മുടെ ഒരു വിശ്വാസി, നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന ഒരു വിശ്വാസി, ഒരു സഹോദരൻ നമുക്കെതിരായി തീർന്നു. നമുക്കെതിരായിട്ട്
പല വേണ്ടാദിനങ്ങളും പറയുകയും ഏഷണി പറയുകയും വാട്സപ്പിൽ കൂടെ ഒക്കെ നമുക്കെതിരായിട്ട് ഓരോ പ്രചരണം നടത്തുകയും എന്നിട്ട് നമ്മളെ എങ്ങനെയൊക്കെ ഏതൊക്കെ രീതിയിൽ ഇറിറ്റേറ്റ് ചെയ്യാമോ അങ്ങനെയൊക്കെ ചെയ്തതായ ഒരു വ്യക്തി വിശ്വാസിയാണ്. അപ്പോൾ ഒരു ദിവസം നമ്മൾ സൺഡേ ആണെന്ന് വെച്ചു, സൺഡേയിൽ പള്ളിയിലോട്ട് പോവുകയാണ്. പള്ളിയിലോട്ട് പോകുമ്പം ഈ വ്യക്തിയെ അവിടെ നിൽക്കുക കാണുകയാണ്. ആ വ്യക്തിയുടെ മുമ്പിൽ കൂടെ വേണം നമുക്ക് മുന്നോട്ട് പോകാനായിട്ട്. അപ്പോൾ നമ്മൾക്ക് ആ വ്യക്തിയോടൊരു വിരോധം, ഒരു പ്രയാസം തോന്നും. ഇദ്ദേഹം നമുക്കെതിരായിട്ട് നിന്നല്ലോ, നമുക്കെതിരായിട്ട് ഇങ്ങനെയൊക്കെ പറഞ്ഞല്ലോ, അതിനകത്ത് ഒരു പ്രയാസവും. അപ്പം ജഡം നമ്മളോട് പറയുന്നത് എന്താണെന്നറിയാമോ? അവൻ നമുക്കെതിരായിട്ട് നിന്ന വ്യക്തിയാണ്, അതുകൊണ്ട് നീ എന്ത് ചെയ്യണം? നീ മിണ്ടരുത്, നീ നോക്കുക പോലും ചെയ്യാതെ കടന്നു പോയിക്കോണം. പക്ഷെ ആത്മാവ് നമ്മളോട് പറയുന്ന ഒരു കാര്യമുണ്ട്. എന്താണെന്നറിയാമോ? അവൻ ബലഹീനനായൊരു വ്യക്തി, അതുകൊണ്ടാണ് നിനക്കെതിരെ അങ്ങനെയൊക്കെ ചെയ്തത്. നീ ഒരു ആത്മീയനെങ്കിൽ നീ അവനോട് കയറി സംസാരിക്കണം. പ്രിയമുള്ളവരെ, ആര് പറയുന്നതാണ് നമ്മൾ അനുസരിക്കുന്നത്. ജഡം പറയുന്ന അനുസരിക്കുമോ, ആത്മാവ് പറഞ്ഞ് അനുസരിക്കുമോ? പലപ്പോഴും നമുക്ക് താണു കൊടുക്കാൻ കഴിയാത്തതുകൊണ്ട് ജഡം പറയുന്ന അനുസരിച്ച് നമ്മളങ്ങ് മിണ്ടാതെ കടന്നു പോകും. കാരണം നമുക്ക് ഒന്ന് താഴാൻ സാധിക്കുന്നില്ല, നമുക്ക് ഒന്ന് പരാജയപ്പെട്ടു കൊടുക്കാൻ സാധിക്കുന്നില്ല. എന്താ, പലപ്പോഴും പരാജയപ്പെടുവാനായിട്ട് ആഗ്രഹമില്ല, എല്ലായ്പ്പോഴും ജയം വേണം. എന്താണെന്ന് വെച്ചാൽ നമ്മൾ അങ്ങനെ മിണ്ടാതൊക്കെ കടന്നു പോകുമ്പോഴാണ് നമുക്ക് വിജയമുണ്ടാകുന്നതെന്നാണ് ചിന്ത. പക്ഷേ അവിടെ അല്ല, അതൊരു വിജയമല്ല, അത് പരാജയമാണ്. വിശ്വാസ ജീവിതത്തിൽ അതൊരു പരാജയമാണ്. എന്നാൽ ആത്മാവ് പറഞ്ഞതുപോലെ നാം അദ്ദേഹത്തോട് കയറി സംസാരിക്കുമ്പോൾ നമ്മുടെ ഹൃദയത്തിൽ വലിയൊരു ആശ്വാസം ഉണ്ടാകും. മാത്രമല്ല ആ വ്യക്തിക്ക് ഒരു മാറ്റം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. കാരണം അവർ ഈ വ്യക്തിക്കെതിരായിട്ട് ഇങ്ങനെയൊക്കെ പറഞ്ഞെങ്കിലും അദ്ദേഹം എന്നോട് സംസാരിച്ചല്ലോ, ആ ഒരു അനുഭവം വരുമ്പോൾ അദ്ദേഹത്തിനും ചിലപ്പോൾ ഒരു മാറ്റം ഉണ്ടാകും. പ്രിയമുള്ളവർ, ഇതാണ് ഒരു സാക്ഷി ജീവിതം എന്ന് പറയുന്നത്. ഒരു ദൈവഭക്തൻ്റെ, ഒരു യഥാർത്ഥ ഭക്തൻ്റെ സാക്ഷി ജീവിതം എന്ന് പറയുന്നത് ഇതാണ്. അങ്ങനെയാണ് അങ്ങനെ ഒരു ജീവിതം നയിക്കുമ്പോൾ തീർച്ചയായും അനേകർ ഈ കർത്താവിനെ രക്ഷകനായി സ്വീകരിച്ച് കർത്താവിലേക്ക് വരും. പക്ഷെ നമ്മുടെ സ്വഭാവം നമ്മൾ വിശ്വാസിയാന്ന് പറയുന്നുണ്ട്, പള്ളിയിൽ പോകുന്നുണ്ട്, കർത്താവിന് കുറേയൊക്കെ കൊടുക്കുന്നുണ്ട്. പക്ഷെ നമ്മുടെ സ്വഭാവത്തിന് മാറ്റം വന്നിട്ടുണ്ടോ? ആ സമർപ്പണ ജീവിതം വന്നിട്ടുണ്ടോ? യഹോഭക്തനായ പുരുഷൻ ആരാണ്? ദാവീദ് ചോദിക്കുമ്പോൾ ആരാണ്? സമർപ്പണ ജീവിതം നയിക്കുന്നവനാണ്. മാത്രമല്ല അവൻ വിശുദ്ധ ജീവിതത്തിന് അനുഭവക്കാരനായിരിക്കും. അത് റോമാലേഖനം 12:1-2 വാക്യങ്ങൾ ഇപ്രകാരം വായിക്കും. നമുക്കറിയാം, സഹോദരന്മാരെ, ഞാൻ ദൈവത്തിൻ്റെ മനസ്സലിവ് ഓർപ്പിച്ച് നിങ്ങളെ പ്രബോധിപ്പിക്കുന്നത്, നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയായി നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദമുള്ള യാഗമായി സമർപ്പിപ്പിൻ. ഈ ലോകത്തിന് അനുരൂപമാകാതെ നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള ദൈവഹിത വിനതെന്ന് തിരിച്ചറിയേണ്ടതിന് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുക. പ്രൈസ് ദി ലോർഡ്. ആ ഒരു വിശുദ്ധിയുടെ അനുഭവം, വേർപാടിന് അനുഭവം ഒരു ദൈവഭേദനുണ്ടായിരിക്കണം, ഒരു യഥാർത്ഥ ഭക്തനുണ്ടായിരിക്കണം. ആ സമർപ്പണ ജീവിതം ഉള്ളവന് ആ വിശുദ്ധി ജീവിതം ഉണ്ടാകും, വേർപാട്ട ജീവിതം ഉണ്ടാകും. അതാണ്, നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയെ നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദമുള്ള യാഗമായി സമർപ്പിക്കണം. അപ്പോൾ അവിടെ ശരീരം ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദമുള്ള യാഗമായി സമർപ്പിക്കുക. പിന്നെ പറയുന്നുണ്ട്, ലോകത്തിന് അനുരൂപമാകരുത്, ദൈവഹിതം എന്തെന്നെ അറിഞ്ഞ് രൂപാന്തരപ്പെടുക. ആ ഒരു അനുഭവമാണ് ഒരു ദൈവഭേദമുണ്ട്. സമർപ്പണ ജീവിതം എന്ന് പറഞ്ഞാൽ, ഞാൻ പറഞ്ഞല്ലോ എന്താണ്, പാപത്തിൽ നിന്ന് പൂർണ്ണമായി വിടുതൽ പ്രാപിച്ച് ക്രിസ്തുവിനാൽ നിയന്ത്രിക്കപ്പെട്ട അനുഭവത്തിൽ വിശുദ്ധ ജീവിതം, വേർപാട്ട ജീവിതം നയിക്കുന്നവനാണ് യഥാർത്ഥത്തിൽ സമർപ്പണ ജീവിതമുള്ളവൻ. പ്രൈസ് ദി ലോർഡ്. ഒരു യഹോഭക്തൻ അങ്ങനെ ആയിരിക്കണം. നമ്മളെ തന്നെ ഒന്ന് ശോധന ചെയ്യുക. യഹോഭക്തനായ പുരുഷൻ ആരാണ്? എങ്ങനെയുള്ളവനാണ്? 6ാമത് നമ്മൾ ചിന്തിക്കുന്നത്, അവർ സൗമ്യതയുള്ളവരായിരിക്കും. സൗമ്യത. ദാവീദ് പറയുന്നു,
9-ാമത്തെ വാക്യത്തിൽ പറയും, സൗമ്യതയുള്ളവരെ അവൻ ന്യായത്തിൽ നടത്തുന്നു, സൗമ്യതയുള്ളവർക്ക് തൻ്റെ വഴി പഠിപ്പിച്ചു കൊടുക്കും. അപ്പോൾ സൗമ്യതയോടെ എല്ലാ കാര്യങ്ങളും ചെയ്യുവാനായിട്ട് സാധിക്കുന്നവനാണ് ഒരു യഹോഭക്തൻ എന്ന് പറയുന്നത്. നമുക്കറിയാം ഈ ആത്മഫലങ്ങൾ, ആത്മാവിൻ്റെ ഫലത്തിൽ ഒന്നാണ് സൗമ്യത എന്ന് പറയുന്നത്. അപ്പോൾ ആത്മാവിനാൽ നിയന്ത്രിക്കപ്പെട്ട വ്യക്തി എങ്ങനെയുള്ളവനാണ്? സൗമ്യതയുള്ളവനായിരിക്കും. അങ്ങനെയുള്ളവരെ മറ്റുള്ളവർ ബഹുമാനിക്കും, യാതൊരു സംശയമില്ല. എവരി വൺ റെസ്പെക്ട് എ പേഴ്സൺ ഹു ഡീൽസ് ദിസ് ജെന്റിൽനെസ്. ഈ ഒരു സൗമ്യതയോടെ കാര്യങ്ങൾ ഏറ്റെടുത്ത് നടത്തുന്നവനെ എല്ലാവരും ബഹുമാനിക്കും. ഈ പൊട്ടിത്തെറിക്കുകയും പെട്ടെന്ന് ദേഷ്യപ്പെടുകയും ഒക്കെ ചെയ്യുന്നവരെ പലപ്പോഴും പലർക്കും വെറുപ്പാണ്. എന്നാൽ എല്ലാ കാര്യങ്ങളും സൗമ്യതയോടെ ചെയ്യുമ്പോൾ കർത്താവ് പറയുന്നുണ്ട്, പർവ്വത പ്രസംഗത്തിൽ കർത്താവ് പറയുന്ന ഒരു സംഗതിയുണ്ട്. എന്താണ്? സൗമ്യതയുള്ള ഭാഗ്യവാന്മാർ, അവർ ഭൂമിയെ അവകാശമാക്കും. ഭൂമിയെ അവകാശമാക്കുമെന്ന് പറഞ്ഞാൽ ഭൂമിയെ മുഴുവൻ പിടിച്ചിറക്കുമെന്നല്ല. തന്നോട് മറ്റുള്ളവരെ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ ബഹുമാനം അവൻ പിടിച്ചിറക്കുമെന്നാണ്. മറ്റുള്ളവരുടെ ബഹുമാനം. സൗമ്യതയോടെ പ്രിയമുള്ളവരെ ഏത് കാര്യങ്ങളും നമ്മൾ സൗമ്യതയോടെ ചെയ്യുവാൻ സാധിക്കും. അത് എല്ലാവർക്കും പറ്റത്തില്ല. ദൈവത്തിൻ്റെ കൃപയുള്ളവർക്ക് മാത്രമേ സാധിക്കൂ. ദൈവാത്മാവിൻ്റെ നിറവുള്ളവർക്ക് മാത്രമേ ഏത് കാര്യങ്ങളും സൗമ്യതയോടെ ചെയ്യുവാനായിട്ട് സാധിക്കത്തുള്ളൂ. അതുകൊണ്ട് ആ സൗമ്യതയുള്ള ജീവിതം നയിക്കുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. ഞാൻ ഇപ്പോൾ 3 കാര്യമാണ് പറഞ്ഞത്. യഹോഭക്തനായ പുരുഷൻ ആരാണ്? ഒന്ന്, അവൻ ദൈവത്തിൽ പൂർണ്ണമായി ദൈവത്തിൻ്റെ വചനം പൂർണ്ണമായി അനുസരിക്കുന്നവനാണ്. 2, സമർപ്പണമുള്ള ജീവിതം നയിക്കുന്നവൻ. 3, എപ്പോഴും സൗമ്യതയോടെ ജീവിക്കുന്നവൻ. പ്രിയമുള്ളവരെ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ 6 കാര്യങ്ങളാണ് നമ്മൾ ചിന്തിച്ചത്. യഹോഭക്തനായ പുരുഷൻ ആരാണ്? യഹോവയിൽ ആശ്രയിക്കുന്നവൻ, അല്ലേ? പ്രാർത്ഥന നിരതമായ ജീവിതമുള്ളവൻ, ദൈവത്തിൽ പ്രത്യാശയിൽ ജീവിക്കുന്നവൻ, പിന്നെ ഇപ്പോൾ ചിന്തിച്ചതായ, അല്ലേ, ദൈവവചനം അനുസരിക്കുക, അതുപോലെ സമർപ്പണ ജീവിതം നയിക്കുക, സൗമ്യതയുള്ള ജീവിതം നയിക്കുക. അങ്ങനെയുള്ള ജീവിതം നയിക്കുമ്പോൾ തീർച്ചയായും നമ്മുടെ ജീവിതം മറ്റുള്ളവർക്ക് ഒരു അനുഗ്രഹമായി തീരും. അങ്ങനെയുള്ള ജീവിതം നയിക്കുന്നവരെ കണ്ടാൽ അറിയാം അവർ യഥാർത്ഥത്തിലുള്ള ദൈവപൈതലെന്ന്. അങ്ങനെയുള്ളവരെ കണ്ടാൽ മനസ്സിലാകും. പ്രിയമുള്ള ആ ഒരു ജീവിതം നയിക്കുവാനായിട്ട് ദൈവം നമ്മെ സഹായിക്കട്ടെ. ഞാൻ ഇപ്പോൾ ഇവിടെ നിർത്തുന്നു. ഇനിയും നമ്മൾ ചിന്തിക്കുന്നത് മറ്റൊരു കാര്യമാണ്. ഇപ്രകാരം ജീവിക്കുന്ന ഒരു ദൈവപൈതൽ അല്ലെങ്കിൽ യഹോഭക്തൻ, അവന് ലഭിക്കുന്ന നന്മകൾ എന്തൊക്കെയാണ്? അതാണ് ഇനി അടുത്തതായിട്ട് നമ്മൾ ചിന്തിക്കുന്നത്. അത് നമുക്ക് അടുത്ത പ്രാവശ്യം ചിന്തിക്കാം. ഇപ്രകാരം പ്രിയമുള്ളവരെ, ദൈവസനയിൽ നമ്മെ തന്നെ താഴ്ത്തി ഏൽപ്പിക്കാം. അനുഗ്രഹമായ ജീവിതം നയിക്കുവാൻ, ഒരു യഹോഭക്തനെ പോലെ ജീവിക്കുവാൻ കർത്താവേ എന്നെ സഹായിക്കണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.